വടക്കുനാഥന്റെ സന്നിധി അതിനു മുന്നിൽ തന്നെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെ കൂടുതൽ സ്ഥലങ്ങൾ കണ്ടു. അന്തിക്കാവ് കടന്ന് നമ്മൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ കുറച്ച് ആളൊഴിഞ്ഞു എന്നൊക്കെ തോന്നും. പക്ഷെ അത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ അധികം പേര് വരില്ല. വെയിലിങ്ങനെ നേരെ അടിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട്. പക്ഷെ കുറച്ചങ്ങോട്ട് നീട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ എത്തിയിരിക്കുകയാണ്. പ്രവിത, നല്ല രസകരമായ കാഴ്ചകളുണ്ട്. പക്ഷെ ചൂട് ഇച്ചിരി കടുത്തതാണ് അല്ലെ? ഇത്തിരിയൊന്നുമല്ല, നല്ല കടുത്ത ചൂടാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ചൂട് കൂടുന്നുണ്ട്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നേ തന്നെ അറിയിച്ചതുമാണ്. മാത്രമല്ല ഈ ചൂടിനൊപ്പം ഇലക്ഷൻ ചൂട് അത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൂരം അടുക്കാറായി, പൂരത്തിന്റെ ചൂടുമുണ്ട്. ആളുകളൊക്കെ അതിന്റെ ഒരു ആവേശത്തിൽ. അല്ല വിനീത, ഏപ്രിൽ 19 അവസ്ഥ ഇവിടെ ഈ മൈതാനം ആളുകളെ കൊണ്ട് നിറയും. 26-ന് കേരളം വിധി എഴുതും. അപ്പം ആരോടൊപ്പമാണ് തൃശ്ശൂർ എന്നുള്ളത് അന്വേഷിച്ചുള്ള ഇറക്കമാണ് അല്ലെ നമ്മളുടെ? അതെ, തീർച്ചയായും. ഈ ശക്തന്റെ മണ്ണിൽ ആർക്കാണ് കരുത്ത് കിട്ടുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അത് നമ്മൾ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വന്നപ്പോഴുണ്ടായ ഒരു തിരക്ക്, പൂരങ്ങളുടെ പൂരം എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് കാണിക്കുന്ന ഒരു തിരക്കാണ് അന്നത്തെ. ഒരു പ്രത്യേകതയാണ്. എന്താണെന്നറിയോ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ MP-മാരെ മാറ്റി മാറ്റിയാ പരീക്ഷിക്കുന്നത്. അപ്പൊ ഇത്തവണ ആർക്കാണ് സാധ്യത എന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം അല്ലെ? വോട്ടേഴ്സിനോട് തന്നെ ചോദിച്ചറിയാം. തീർച്ചയായും. തൃശ്ശൂരിൽ ഇങ്ങനെ ചൂട് നന്നായിട്ട് കൂടി വരികയാണ്. പക്ഷെ നമ്മൾ മൂന്നുപേരും അതിനെയൊക്കെ അതിജീവിച്ച് ഇങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. നമുക്ക് കുറെ ആളുകൾ മാത്രമല്ല, നമ്മൾ ഈ ഒരു ചുറ്റ് 2 ചുറ്റൊക്കെ ചുറ്റി ഒരുപാട് പേരെ കണ്ടു. അപ്പൊ ഇവിടെ കുറെ പേര് ഇരുന്നിട്ടേ ഞാൻ സൈക്കിൾ കിട്ടിയപ്പോ കൈയടിക്കുന്നുണ്ടായി. ചേട്ടന്മാരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചതാണോ അതോ കളിയാക്കിയതാണോ? ചേട്ടൻ കളിയാക്കിയില്ല. ശരിക്കും ചേട്ടൻ കളിയാക്കിയതാണോ എന്നെ പ്രോത്സാഹിപ്പിച്ചാണോ? എന്താ ചേട്ടൻ ആലോചിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും കാണാത്ത കുട്ടികളെയാണല്ലോ ഇപ്പൊ കണ്ടത് സൈക്കിളും. അങ്ങനെ ഞാൻ നല്ല സുന്ദരി. ഞങ്ങൾക്ക് പക്ഷെ പ്രോത്സാഹനം തന്നില്ല കേട്ടോ ചേട്ടാ. ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നില്ല കേട്ടോ. എന്റെ പേരെന്താ? ചന്ദ്ര. ചേട്ടന്റെ വീട് എവിടെയാണ്? തൃശ്ശൂരിനെ. അപ്പൊ മണ്ഡലം ഇത് തന്നെയായിരിക്കും അല്ലേ? നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങ് അടുത്തടുത്ത് വരികയാണ്. മൊത്തത്തിലൊരു ഇലക്ഷൻ ചൂട് ഇങ്ങനെ കയറി വരികയാണ്. എങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് നമ്മളുടെ ഒക്കെ ഒരു കാഴ്ചപ്പാടില്? ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോ ഈ ട്രിപ്പ് ഞാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതെന്താ അങ്ങനെ? അല്ല, തൃശ്ശൂരെ പങ്ക് കൊടുക്കുകയാണ് സുരേഷ് ഗോപിക്ക്. ഒരു കാലത്ത് കെ കരുണാകരൻ പറയുന്നത് മാത്രമായിരുന്നു ഈ മണ്ഡലത്തിലെ എല്ലാം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ കെ കരുണാകരന്റെ മകൻ തന്നെ മത്സരിക്കാൻ നിൽക്കുമ്പോ എന്താണ് സുരേഷ് ഗോപിക്ക് കുത്തുന്നത്? പക്ഷെ എനിക്കൊന്ന് സ്മിത, കരുണാകരനെ തോൽപ്പിച്ചൊരു ചരിത്രം കൂടി മണ്ഡലത്തിനുണ്ട് എന്നുള്ളതാണ്. അതെ, അത് തന്നെയാണല്ലോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രസവും. അത് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ചേട്ടന്മാരോടും ചോദിക്കണ്ടേ. ചേട്ടൻ എവിടെയാ ചേട്ടാ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെയാണ്. നന്ദകുമാർ. ചേട്ടന് രാഷ്ട്രീയം ഉണ്ടോ? ഇഷ്ടമാണോ? രാഷ്ട്രീയം ഇഷ്ടമല്ല. രാഷ്ട്രീയം ഇല്ലെങ്കിലും ഈ പ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ ഒരു കാരണം എന്താ? ആള് ചെയ്യണ ആ ചേട്ടൻ എന്തോ പറഞ്ഞു തോന്നുന്നു. സത്യം പറ, ഞങ്ങൾ ആരോടും പറയില്ല. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട്. അല്ല, എല്ലാ പ്രാവശ്യം 2 പ്രാവശ്യം ജയിച്ചില്ല, തോറ്റു. ഇപ്പൊ നമ്മൾ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി എന്താ നടക്കേണ്ടത്, ഇവിടെ നടക്കണത് എന്താണ്, നമുക്ക് വികസനം ഉണ്ടാ ഇല്ല. ഈ മാറി 2 പാർട്ടി ഭരിച്ചു, എന്തുണ്ടായി? തീർച്ചയായിട്ടും നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം. ചേട്ടന് വി.എസ്. സുനിൽകുമാർ ജയിക്കണം എന്നാണ്. ജയിക്കണമെന്നല്ല, ജയിക്കണേ അതാ എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം എനിക്ക് ഇതിൽ ചോദിക്കാനുള്ളതേ, നിങ്ങൾ ഇതിൽ തർക്കം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ 3 പേരുണ്ട്, 3 രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരാൾ പറഞ്ഞു കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ ഇത്തവണ മാറി ചിന്തിക്കുന്നു. ഒരാൾ സുരേഷ് ഗോപിക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞു. ചേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ നിങ്ങളുടെ ഈ കൂട്ടായ്മ ഉണ്ടല്ലോ, ഈ വൈകുന്നേരങ്ങളിലെ ഈ ചർച്ച, അതിനെ നിങ്ങളുടെ രാഷ്ട്രീയം ബാധിക്കാറുണ്ടോ? ഞങ്ങൾ രാഷ്ട്രീയം പറയും, പക്ഷെ എന്നാലും ഞാൻ എന്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചേക്കണം. എങ്ങനെയാണ് മൊത്തത്തില് ഈ മാർക്സിസ്റ്റ് ഭരണം? ഞാനൊരു പാർട്ടിയുള്ള ആളല്ല, എല്ലാവരും അറിവുള്ളവർ ചിന്തിച്ചു തുടങ്ങി. വികസനം നരേന്ദ്രമോദിജി വന്ന അതാണ്. മോദിയോടുള്ള ഇഷ്ടമാണോ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നത്? അതോ സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടമാണ്? അല്ല, മോദിയോടുള്ള ആദരവ് കൊണ്ട്, സുരേഷ് ഗോപിക്ക് ആദരവ് കൊണ്ട് ചെയ്യണ വികസനം. സുരേഷ് ഗോപി ജയിച്ചാൽ വികസനം ഉണ്ടാകും മണ്ഡലത്തിൽ നിന്നുള്ള? തീർച്ചയായിട്ടും മണ്ഡലത്തിൽ വികസനം. എങ്ങനെയാണ് ഈ പ്രതീക്ഷയോട് നമ്മൾ യോജിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലേ? സുരേഷ് ഗോപിക്ക് നല്ല മെച്ചം ഉണ്ടാവും.
ഉണ്ടാവില്ലേ? അപ്പൊ ചേട്ടൻ ജയിക്കണല്ലേ? നമുക്കുണ്ടാവില്ല. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ 3 പേരും 3 രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ ഈ വൈകുന്നേരം ഇവിടെ വന്നിരിപ്പ്, കാറ്റുകൊള്ളല്, ഈ ചർച്ചകളെ, നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഭിന്നതകൾ അത് ബാധിക്കാറുണ്ടോ? ബാധിക്കാറുണ്ട്. പക്ഷെ ഞാൻ അന്നേരം നമ്മുടെ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞിട്ട് അടിച്ചു തോപ്പിക്കാറുണ്ട് ഇവരൊക്കെ. തീർച്ചയായിട്ടും അത് ബാധിക്കില്ല. ഇല്ലേ, അത് രസമായിട്ട് എന്നും വന്നിരിക്കും. ഈ ഒരു ചൂടത്തിനൊക്കെ ഒരു ആശ്വാസം കൂടിയാണല്ലേ ഇങ്ങനെ ഒരു തണൽ മരം അതിന് ചോട്ടിലിരിക്കുക. എല്ലാ ദിവസവും അത്തരത്തിൽ ചൂട് പിടിച്ച രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് 26-ാം തീയതി പൂരത്തിന് ശേഷം എന്താ അടുത്ത പൂരം വരിക. അപ്പൊ നമുക്ക് കാണാല്ലേ, അവിടെ തൃശ്ശൂർക്കാരിയാ, തൃശ്ശൂർ പറഞ്ഞു. അവിടെ മൈതാനത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഈ പേരാലിന് പറയാൻ എത്ര കഥകളാണ്. അതിപ്പോ രാഷ്ട്രീയമാകട്ടെ, പൂരക്കഥകളാകട്ടെ, മനുഷ്യരുടെ ജീവിതങ്ങളാകട്ടെ, ഇവിടെ ഈ തണലിൽ വന്നിരുന്ന എത്രയോ പേരുണ്ടാവും. സൗഹൃദങ്ങളുണ്ടാവും, പ്രണയങ്ങളുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങൾ. ശരിക്കും സ്മിത, ഞാൻ ആലോചിക്കാറുണ്ട് ഈ കല്ലിനും അതോടൊപ്പം ഈ മരത്തിനും ഇലകൾക്കും ഒക്കെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ എത്ര കഥകൾ പറയായത് അല്ലേ? ചിലപ്പോ നല്ല തല്ല് കിട്ടിയാണ് നമുക്കല്ലേ. മരങ്ങൾക്ക് കൈ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോ പറയില്ലേ, മരങ്ങൾ എന്തെല്ലാം കാണുന്നു, നിശബ്ദമായി അവരിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇത്തവണ തൃശ്ശൂർ പൂരം വരുന്നതിന് മുൻപാണ് ഇലക്ഷൻ വരുന്നത്. ആർക്കാണ്? അല്ല, പൂരം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ. തെറ്റി. അപ്പൊ പൂരം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ. അപ്പൊ ഈ പൂരത്തിന് ശേഷം വരുന്ന ആ ഉത്സവം, തെരഞ്ഞെടുപ്പ് ഉത്സവം, അതില് ആരാണ് ജയിക്കുക എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർക്കാരുടെ ചോദ്യം. അതെ, ജനങ്ങളുടെ മനസ്സറിയാം, കൂടുതൽ ആളുകളുടെ പ്രതികരണം നമുക്ക് നോക്കാം. അസ്മിത, നമ്മൾ ഈ യാത്രക്കിടയിൽ ഇങ്ങനെ ഓരോ മരത്തിന്റെ ചോട്ടിലും കുറേ സൗഹൃദ കൂട്ടായ്മകളുണ്ട്. ഒരുപക്ഷെ ഈ കഥകൾ പറയാനും വൈകുന്നേരം അവരുടെ ഓരോ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാനും ഒക്കെ എത്തുന്ന ആളുകളായിരിക്കും. അപ്പൊ ഇവിടെ എത്തിയപ്പോ നമ്മൾ നല്ലൊരു പുല്ലാങ്കുഴൽ വായന കേട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ ചേട്ടനാണെന്നാണ് തോന്നുന്നത്. ചേട്ടന്റെ പേര്? രാജു. ചേട്ടൻ പുല്ലാങ്കുഴൽ വായിക്കുന്ന കേട്ടിട്ടാണോ ഞങ്ങള് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്ത് നോക്കണ്ട, കുറച്ച് പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒഴിവുള്ളപ്പോ അങ്ങനെ നോക്കും. ഞാൻ ഇങ്ങനെ ഒന്ന് ഒരു ഒത്തിരി ചേട്ടൻ പഠിക്കാന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ. ചേട്ടൻ നല്ലൊരു സന്തോഷമല്ലേ ചേട്ടാ? എന്നാലും സാരില്ല, കുഴപ്പമില്ല. അടിപൊളി. ഇതാണ് ചേട്ടൻ പറഞ്ഞത്. ഓടക്കുള്ള ചെറിയ മിസ്റ്റേക്ക് ലീക്ക് ഉണ്ട്. അത് പക്ഷെ രസമായിട്ടുണ്ട്. എല്ലാ വൈകുന്നേരങ്ങളിലും വരാറുണ്ട്. ഞങ്ങളുടെ എന്ന് ഉച്ചയ്ക്ക് സമയത്ത് വന്നിരിക്കും. ഈ ചേട്ടനോ? അത് ശരി. നിങ്ങളുടെ പ്രധാന സംസാര വിഷയം എന്താണ്? നേരം പോക്കിന് വന്നിരുന്നു. പ്രധാന സംസാര വിഷയം എന്തൊക്കെയായിരിക്കും? ഇല്ല, ഞങ്ങൾ സാധാരണ ഇവിടുത്തെ നമ്മുടെ തേക്കങ്കാട് മൈതാനം, അവിടുത്തെ പല രാഷ്ട്രീയങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ്? രാഷ്ട്രീയ അതായത് ഒരു എണ്ണം നല്ലതല്ല. അത് തന്നെയാട്ടാ. ഒരു വേറെ കാര്യം ചോദിക്കട്ടെ, ഈ നമ്മളിങ്ങനെ ഇരുന്നിട്ട് താക്കോലെടുക്കാതെ അരുണോദയത്തിൽ അത്ര അക്ഷര ശ്ലോകമോ അല്ലെങ്കിൽ പാട്ടുപാടലോ എന്തെങ്കിലും പഴങ്കഥ പറയലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? കൂടുതൽ സാധാരണ ഞങ്ങൾ കുറച്ച് പുറത്ത് അത്രയുള്ളൂ. ഈ ചില ആൾക്കാരൊക്കെ പറയും ഇങ്ങനെയുള്ള സൗഹൃദ കൂട്ടായ്മയിൽ ഒരുപാട് സങ്കടങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നത്, ചിലപ്പോൾ വീട്ടിൽ പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പറയും. അത് നല്ല രസമാണ്. ആ രസം. അടിപൊളി. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് മധു. രസമാണ് അല്ലേ? അപ്പൊ നടക്കട്ടെ, ഞങ്ങൾ കൂടുതൽ നേരം നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല. തൃശ്ശൂരിലെ നമ്മുടെ യാത്ര അത് ഏതാണ്ടൊക്കെ ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ വടക്കുന്നാഥിന് മുന്നിലാണുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ഓർമ്മ വരുന്നത് പ്രവിത? അത് വിനീത, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണല്ലേ തൂവാനത്തുമ്പികൾ. അത് തൃശ്ശൂർ നഗരവും ഒക്കെ കേന്ദ്രീകരിച്ചു, അതോടൊപ്പം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഷൂട്ടിംഗ് നടന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിലെ ഒന്നാം രാഗം പാടി എന്നുള്ള ആ ഒരു പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഈ പ്രദക്ഷിണ വീഥികൾ, ഇടറിവിണ്ട പാതകൾ, ഇന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു, കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം അറിയും നീ ഗോപുരവാതിൽ. എത്ര ഓർമ്മകളിലേക്ക് ആ പ്രവിത ഇത് പാട്ട് കൊണ്ടുപോകുന്നല്ലേ. നന്നായി പ്രവിത ആ പാട്ട് ഇപ്പൊ പാടിയത്. കാരണം ജയകൃഷ്ണനെ ഓർക്കുന്നു, ക്ലാരയെ ഓർക്കുന്നു. മലയാളിക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമാനുഭവം തന്നത്. എത്ര സിനിമകൾ വന്നാലും അതെ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് ഇഷ്ടമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞാലും അതെ. അപ്പൊ പത്മരാജനെ ഓർക്കാതെ വയ്യ. അതുപോലെ തൃശ്ശൂരിലുള്ള എത്രയോ കലാകാരന്മാര്,
സാഹിത്യകാരന്മാരെ, സിനിമാ പ്രേമികളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഇനി തോന്നുന്നു. അല്പം ചൂട് കൂടിയ സ്ഥലത്തേക്ക് നമ്മൾ പോകണമെന്ന് തോന്നുന്നല്ലേ? പാലക്കാട് പിടിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. അപ്പൊ നമുക്ക് ചോദിച്ച് ഇനി അങ്ങ് പോവാം. ഇനി നമ്മൾ കാണുക ആലത്തൂരിൽ.